ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്നലെ പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾ സുന്ദരകാന്ഡത്തെക്കുറിച്ചുള്ളത് പറയാം. ദൗത്യത്തിൽ വിജയശ്രീയിൽ ആളുതിരായി ഹനുമാൻ മറ്റു വാനരന്മാരോടും കൂടി സന്തോഷ ആവേശം കൊണ്ട് ആർത്ത് വിളിച്ചുകൊണ്ട് ചാടിത്തിമിർത്തുകൊണ്ട് യാത്ര തുടരുകയാണ്. ഭഗവാൻ സന്നിധിയിലേക്കുള്ള യാത്രയാണ്. വഴിയിൽ സുഗ്രീവൻ വളർത്തി വരുന്നൊരു ഉദ്യാനമുണ്ട്. ദധിമുഖനാണ് അതിൻ്റെ ചാർജ്. ദധിമുഖൻ സുഗ്രീവൻ്റെ അമ്മാവനാണ്. ഈ ദധിമുഖനെ പിന്നീട് നമ്മൾ യുദ്ധരംഗത്ത് കാണും. നല്ല പ്രകടനം കാഴ്ചവെച്ച ആളാണ് സുഗ്രീവൻ്റെ അമ്മാവൻ ദധിമുഖൻ. ഒരു ഉദ്യാനവും തോട്ടവും ഒക്കെ ഉണ്ട് വഴിമധ്യത്തിൽ. സുഗ്രീവന് വളരെ പ്രിയപ്പെട്ടതാണ്. അവിടെ എത്തിയപ്പോൾ എല്ലാവരും വിശന്ന് ക്ഷണിച്ചവരായിരുന്നു. തോട്ടത്തിൽ കടന്ന് ഇഷ്ടം പോലെ പഴങ്ങളൊക്കെ ഭക്ഷിച്ചു. തോട്ടക്കാരൻ ദധിമുഖൻ തടഞ്ഞു. അവരെ ആട്ടിയോടിക്കാൻ നോക്കി. പകരം അവരൊക്കെ കൂടി ദധിമുഖനെ ആട്ടിയോടിച്ചു. ദധിമുഖൻ നേരെ വാനരശ്രേഷ്ഠൻ സുഗ്രീവന് സന്നിധിയിൽ ചെന്നു. വിവരമൊക്കെ പറഞ്ഞു. സുഗ്രീവന് കാര്യം പിടികിട്ടി. സീതാദേവിയെ കണ്ടിട്ടുണ്ട്, തീർച്ചയാണ്. അതാണ് ഇത്ര ധൈര്യത്തോടെ തോട്ടത്തിൽ കയറി ആക്രമം കാണിച്ചത്. സാരമില്ല, ഏതായാലും ദധിമുഖനെ തിരിച്ചു പറഞ്ഞയച്ചു. ഉടനെ അവരോട് ഇങ്ങോട്ട് വരാൻ പറയൂ എന്നും പറഞ്ഞിട്ട്. പിന്നെ ഒട്ടും താമസിച്ചില്ല. വാനരസംഘം ഋഷ്യമുഖാലത്തിലെത്തി. വായുപുത്രൻ ഭഗവാനെയും സുഗ്രീവനെയും വണങ്ങി അവിടെ നിന്ന് പുറപ്പെട്ട മുതൽക്കുള്ള എല്ലാ വർത്തമാനങ്ങളും വിസ്തരിച്ചു പറഞ്ഞു. ആദ്യം കണ്ടേൻ, സീതയെ കണ്ട വിവരം പറഞ്ഞു. അപ്പം തന്നെ ആനന്ദമായി. ദേവി തന്നയച്ച ചൂടാരത്നത്തെയും ഭഗവാന്റെ കാൽക്കൽ വെച്ചു. ഭഗവാൻ സന്തോഷാവിഷ്ടനായി ആഞ്ജനേയനെ അനുഗ്രഹിച്ചു. അതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇവിടെയാണ് സുന്ദരകാന്ഡം അവസാനിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞില്ലേ, ഹനുമാൻ തൻ്റെ കഴിവ് അറിയില്ല, മറ്റൊരാൾ പറഞ്ഞു കൊടുത്താലേ അറിയൂ, ഒരു ശാപം മൂലം എന്നൊക്കെ. വാസ്തവത്തിൽ നമ്മളും ഈ ഹനുമാൻ തന്നെയല്ലേ? എത്രയധികം കഴിവുകൾ നമ്മളിലൊക്കെ കിടപ്പുണ്ട് ഇല്ലേ? ആവിഷ്കൃതമാക്കാൻ മറ്റാരെങ്കിലും നമ്മളെ പ്രചോദിപ്പിക്കണം. നമ്മുടെ കഴിവ് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു തരണം. എന്നാൽ തന്നെ കുറേ പേര് അനങ്ങില്ല. ചിലരൊക്കെ എങ്കിലും കുറച്ച് ഒരു ശ്രേഷ്ഠമായ ലക്ഷ്യം കാണിച്ചു വന്നാൽ തന്നെ കുറേ പേര് പ്രവർത്തിക്കാൻ തുടങ്ങും. മറ്റുള്ളവർക്ക് ഒരു ആന്തരികമായ പ്രചോദനം തന്നെ കൊടുക്കേണ്ടി വരും. അതാണ് ഉത്സാഹം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമ ഷടയതേ എത്ര തിഷ്ടന്തി തത്ര ദൈവോപി തിഷ്ഠതി. ഇതാണ് ഈ സുന്ദരകാന്ഡത്ത് പഠിക്കേണ്ടത്. ബുദ്ധിർബലം, യശോധൈര്യം നമ്മൾ പഠിച്ചില്ലേ സാധാരണ ചൊല്ലുന്നത്. നിർഭയത്വം, അരോഗത, അജാഡ്യം, വാക്പടുത്വം ച ഹനുമസ്മരണാത് ഭവേത്. സുന്ദരകാന്ഡത്തിൽ കൂടിയും ഹനുമാന്റെ സ്മരണയിൽ കൂടിയും ഇതൊക്കെ നമുക്കും ആവിഷ്കൃതമാക്കാൻ കഴിയണം, ഇൻവോക്ക് ചെയ്യാൻ കഴിയണം. അതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധിക്കുമെന്ന് എനിക്കറിയാം. ദീർഘകാലത്തെ തിരുമേനന്ദ സ്വാമിയായിട്ടുള്ള ബന്ധവും പിന്നെ മിഷനായിട്ടുള്ള ബന്ധവും ചുമതലകൾ വഹിച്ചപ്പോഴൊക്കെ ഞാനിത് പഠിച്ചതാണ്. സ്വാമിജി വളരെ പണ്ടേ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു 3 years സെൽഫ്ലെസ് സർവീസിന് മാറ്റിവെക്കണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജീവിതത്തിൽ. പണ്ടെനിക്ക് സാധിച്ചിരുന്നില്ല, ഉത്തരവാദിത്തം കാരണം. അപ്പോഴാണ് സ്വാമി സമാധിയായപ്പോൾ ഉടനെ ഞാൻ തയ്യാറായത് അതിന്. അങ്ങനെയാണ് 3 years അല്ല, അന്ന് മുതൽ ഇപ്പോൾ വർഷങ്ങൾ എത്രയായി തുടരുന്നു. അതിൻ്റെ ബെനിഫിറ്റ് എനിക്കറിയാം. മറ്റുള്ളവരുടെ നോട്ടത്തിലൊന്നും കാണില്ല. അത് ബാഹ്യമായ ബെനിഫിറ്റല്ല. ബട്ട് ഇൻ ദ പ്രോസസ് വി ഗെറ്റ് അവർ വിതിൻ പ്യൂരിഫൈഡ്. അതിൻ്റെ ഇടയിൽ നടക്കുന്നതാണ്. വി ഗെറ്റ് അവർ ഇൻസൈറ്റ് ഡീപ്പൻഡ്. വി ഗെറ്റ് അവർ വിഷൻ എക്സ്പാൻഡഡ് ഓട്ടോമാറ്റിക്കലി. വി ഗെറ്റ് അവർ അവയർനെസ് കിൻഡിൽഡ്. ഗ്രോ ത്രൂ ആക്ഷൻ, ഇവോൾവ് ഇൻ ആക്ഷൻ, എക്സ്പാൻഡ് വൈൽ സ്ട്രൈവിങ്. അതാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അത് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ആഞ്ജനേയ സ്വാമിയുടെ ഈ സ്വാമി ഭൃത്യ ബന്ധമൊക്കെ നമുക്ക് കാണുമ്പം പെട്ടെന്ന് മനസ്സിലാവും. സ്വാമിജിയുടെ ഞങ്ങൾക്കുള്ള ട്രെയിനിങ് ഒക്കെ ഒരു ലബോറട്ടറി മാതിരിയാണ്. ഡെമോൺസ്ട്രേഷൻ ട്രെയിനിങ് കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. തീവ്ര മുമുക്ഷുവായൊരു സാധകൻ, തീവ്ര മുമുക്ഷു ശ്രദ്ധിക്കണം.
സ്വസ്വരൂപത്തെ അറിയലാണ് സുന്ദരകാന്ഡത്തിലെ താത്വിക വശം. തീവ്ര വൈരാഗ്യം കൊണ്ട് സംസാരത്തിൽ നിന്ന് കേവലം നിവൃത്തനായി സങ്കല്പ സ്വരൂപവും മൂന്ന് കാലത്തും ഇല്ലാത്തതും എന്നാൽ വർത്തമാനത്ത് ഉണ്ടെന്ന് തോന്നുന്നത് നല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ദൃഢപ്പെട്ടിരിക്കുന്നതാണ്. ഈ സംസാരത്തിൻ്റെ മറുകരയിലേക്ക് കടക്കലാണ് സമുദ്രലംഘനം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ദ്രഷ്ടാവും ഭോക്താവും ജ്ഞാതാവും എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നു. ഈ മൂഢനായ ജീവൻ്റെ മോഹം അല്ലെങ്കിൽ അന്യോന്യ അധ്യാസം മൂലമുള്ള മോഹം, സത്യ അനൃത മിഥുനീകരണം, നോൺ അപ്രിഹെൻഷൻ ലീഡിങ് ടു മിസ്അപ്രിഹെൻഷൻ, അതൊക്കെ കൊണ്ടാണ് ഇതൊക്കെയാണ് സംസാരത്തിൻ്റെ ഹേതു. അതിനെ തന്നെയാണ് സമുദ്രമായി ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഈ സംസാര സമുദ്രത്തിൻ്റെ മറുകര കടക്കൽ ലംഘനം, സമുദ്രലംഘനം പല പല സങ്കല്പങ്ങളാകുന്ന തിരമാലകളെ കൊണ്ടും രാഗാദി വികാരങ്ങളാകുന്ന ജലജന്തുക്കൾ, തൃഷ്ണയാകുന്ന അഗാധത, വ്യാമോഹം, അപാരത, അർത്ഥധാരാദികളാകുന്ന ഏഷണാത്രയം, ആവർത്തങ്ങൾ, അത്യന്ത ഭയാനകമായ മോഹസമുദ്രം, ഇതൊക്കെ ശരിയാണ്, തടയും. അനുഭവത്തിൽ നമുക്കിതൊക്കെ മനസ്സിലാവും. ഇതിന് വേദാന്ത പഠനത്തിലില്ലാതെ തന്നെ നമുക്ക് മനസ്സിലാവും. വിഷമം പിടിച്ചൊരു പണിയാണിത്, എളുപ്പമല്ല. വാനര സംഘത്തിൽ എത്ര പേരുണ്ട്, പക്ഷെ മറ്റാർക്കങ്ങ് സാധിച്ചോ ഹനുമാനല്ലാതെ? എത്രയോ കോടി ജനങ്ങളിൽ ഒന്നോ രണ്ടോ, അതാണ് ഹൗ റയർ കശ്യത്. ഇതൊക്കെ ഒരാൾക്കായാലായി, അത്രയും സാധിക്കോ? എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്. അതാണ് ഒരു ഹനുമാനെ മാത്രം സമുദ്രലംഘനത്തിൽ സമർത്ഥനായി കാണിച്ചത്. മനുഷ്യപ്രയത്നം മാത്രം പോരാ, ഇതിനൊക്കെ ഈശ്വര അനുഗ്രഹം കൂടി വേണം. അതാണ് രാമേന്ദ്രസ്വാമി ഹനുമാനെ പ്രത്യേകിച്ച് അനുഗ്രഹിച്ച കാര്യം പറഞ്ഞത്. മനസ്സിലായോ? അതിനും പുറമെയാണ് ഭഗവാന്റെ കയ്യിലെ മോതിരം ഹനുമാൻ വശം കൊടുത്തത്. മോതിരം എന്ന് പറഞ്ഞാൽ എന്താ? അത് കൈക്ക് അലങ്കാരമാണ് മോതിരം, അല്ലേ? കൈക്കാണ്. അതെന്താ കൈക്ക് അലങ്കാരം? കർമ്മമാണ്, സത്യമാണ്. കയ്യിൻ്റെ അലങ്കാരം വാസ്തവത്തിൽ നാടൻ ഭാഷയിൽ കൈത്തഴമ്പാണ്. അത് മുഴുവൻ ഈശ്വരാത്മകമാവണം. കർത്തൃത്വവും ഭോക്തൃത്വവും മുഴുവൻ ഈശ്വരങ്കിലടക്കണം. ഇവിടെ ഹനുമാനെ സംബന്ധിച്ച് അതില്ല, ഞാനില്ല. ഇവിടെ ഭഗവാൻ എന്നിൽ കൂടി പ്രവർത്തിക്കുന്നു. ഹി അലോൺ ഫ്ലോസ് ത്രൂ മീ, മാനിഫെസ്റ്റ് ത്രൂ മീ, എക്സ്പ്രസസ് ത്രൂ മീ. ഞാനില്ല, ഞാൻ വെറും നിമിത്തം മാത്രം. ആ ഭാവമുണ്ട്, പൂർണ്ണമായിട്ടുണ്ട്. പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിലൊരു ആങ്സൈറ്റി ഒട്ടും ഉണ്ടാവില്ല. ഒന്നിനെക്കുറിച്ചും തളർച്ച ഉണ്ടാവില്ല, പരാതി ഉണ്ടാവില്ല, ഫലത്തെക്കുറിച്ചുള്ള ചിന്തയൊക്കെ പോവും തനിയെ തന്നെ. ഒരു തരത്തിലുള്ള ഡിസപ്പോയിൻമെൻറ്റ് നമ്മളെ ബാധിക്കില്ല. ആ നിലയിലാണ് ഇവിടെ ആഞ്ജനേയനെ ചിത്രീകരിച്ചിരിക്കണം. ഇത് വാസ്തവത്തിൽ ആഞ്ജനേയൻ എന്നല്ല കരുതേണ്ടത്, നമുക്കിങ്ങനെ സാധിക്കണം. ഈ പഠനം കൊണ്ടൊക്കെ നമ്മളിലും ഈ കഴിവുകൾ വരണം. രാമ അങ്കുലീയവും, നാവിൽ രാമനാമവും, മനസ്സിൽ രാമസ്വരൂപവും, ഇതല്ല ഇതിലും വലിയ സമുദ്രത്തെ പോലും എനിക്ക് ചാടാൻ കഴിയും എന്നാണ്. ഇതൊക്കെ ഒരു നിസ്സാരം എന്നാണ് ഹനുമാന്റെ ഭാവം. സമ്പൂർണ്ണ ശരണാഗതിയാണ്. അതിൽ വന്നാണ് ഈ ധൈര്യം. അത് വേണം ഒരു സാധകന്. എങ്കിലേ പ്രതിബന്ധങ്ങളൊക്കെ തരണം ചെയ്യാനാവൂ. സമുദ്രമധ്യത്തിൽ സൂചിപ്പിച്ച ആ പ്രതിബന്ധങ്ങളുണ്ടല്ലോ, അതും അത് ഈശ്വര വിശ്വാസം കൊണ്ടും ധൈര്യം കൊണ്ടുമൊക്കെ അതിക്രമിക്കാനാവും. അങ്ങനെയുള്ളൊരു സാധകന് മാത്രമേ ലക്ഷ്യപ്രാപ്തി സാധിക്കൂ. താത്വിക സ്വരൂപത്തിൽ കൂടി വീക്ഷിക്കുമ്പോൾ എന്തായി സമുദ്രലംഘനം നമുക്ക് മനസ്സിലായി. ഉത്തമ അധികാരിയായ സാധകന്റെ നിലയിലാണ് ഹനുമാൻ. എന്തിനാണ് വാനരനാക്കി ചിത്രീകരിച്ചു എന്നൊരു ചോദ്യം വരാം, അല്ലേ? ഉത്തമനോ അധമനോ സാധകനോ ഒക്കെ അയാളുടെ മനസ്സാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. മനസ്സുകൊണ്ടാണ് സമുദ്രത്തെ ചാടുന്നത്, ലക്ഷ്യത്തിലെത്തുന്നതും ഒക്കെ. ഈ മനസ്സുകൊണ്ട് തന്നെയാണ് സംസാരത്തിൽ മുഴുകുന്നതും. അതിക്രമിക്കുന്നു ഈ മനസ്സുകൊണ്ടാണ്. അതേ മനസ്സുകൊണ്ട് തന്നെയാണ് ഇതിൽ മുങ്ങിച്ചാകുന്നത്. മനസ്സ് ഓരോരുത്തരുടെയും എല്ലാവരുടെയും ചപലമാണ് മനസ്സ്. ചപലമായ മനസ്സിനെയാണ് ഈ വാനരത്വം കൊണ്ട് സൂചിപ്പിച്ചത്. സകല ചാബല്യങ്ങളെയും വിട്ട് അത്യന്തം ഏകാഗ്രവും സൂക്ഷ്മവും പരമവും പരിശുദ്ധവും ആയാൽ മാത്രമേ സാധിക്കൂ ഇതൊക്കെ.
അങ്ങനെയുള്ളൊരു മനസ്സാണ് ഈ മോഹസമുദ്രത്തിൻ്റെ മറുകര ചാടി ലക്ഷ്യപ്രാപ്തിയിലെത്തി. അതിനെയാണ് ഈ വായുപുത്രരെ കൊണ്ട് സൂചിപ്പിച്ചത്. എന്താണ് ഈ ചാട്ടം? കർത്തവ്യം, പ്രാപ്തവ്യം, ഭോക്തവ്യം, ഈ 3 കുടുക്കിലാണ് നമ്മൾ ഇരിക്കുന്നത്. ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. തനിക്ക് പലതും നേടേണ്ടതായിട്ടുണ്ട്, നേടിയത് പലതും നിലനിർത്തേണ്ടതായിട്ടുണ്ട്, പലതും അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ പ്രോജക്ട്സാ! ഇതൊന്നും പറിച്ചു കളയാനാവില്ല. എന്തൊക്കെ ചെയ്താലും ഇതൊന്നും അവസാനിക്കാനും പോകുന്നില്ല. എന്തൊക്കെ കിട്ടിയാലും നേടിയാലും ഒന്നും, ഇതൊക്കെ നമ്മുടെ കഥയല്ലേ. എന്തൊക്കെ അനുഭവിച്ചാലും തീരില്ല. പിന്നെ എങ്ങനെയാ സംസാരത്തെ അതിക്രമിക്കുക? ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ മുഴുവനും തീർത്തിട്ട് കിടക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതൊന്നും തീരുന്നതല്ല. അലയൊഴിഞ്ഞ് സമുദ്രസ്നാനം സാധിക്കുമോ? സാധിക്കില്ല. അറ്റ്ലീസ്റ്റ് ഒരു മാനേജബിൾ ലെവലിൽ കൊണ്ട് നിർത്താം. പിന്നെ ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ, പ്രപഞ്ച മിഥ്യാത്വ നിശ്ചയം. അതാണ് falsification of the world and everything related to the world through knowledge, cognitive. അത് മാത്രമേ സാധിക്കൂ. ഈശ്വരപ്രാപ്തി അല്ലാതെ മറ്റൊന്നും എനിക്ക് പ്രാപിക്കാനോ നേടാനോ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരണം. ഹനുമാനിൽ ഇത് കാണാം. രാമകാര്യത്തിന് വേണ്ടി ജനിച്ചതാണ് ഞാൻ, രാമകാര്യത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, രാമകാര്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ പോണത്. അതിൽ കവിഞ്ഞ് വേറെ ഒന്നുമില്ല, രാമകാര്യമല്ലാതെ വേറെ ഒന്നുമില്ല. സർവം രാമമയം ജഗത്ത്, അതാണ് ഭാവം. അതാണ് മൈനാകത്തിൻ്റെ പ്രലോഭനത്തിൽ നിന്നും വീഴാതിരുന്നത്. നമ്മൾ വീഴും പ്രലോഭനത്തിൽ. ഈ നമ്മുടെ ആധ്യാത്മിക രംഗത്ത് ആത്മാർത്ഥമായിട്ട് മുന്നേറാൻ ശ്രമിക്കുമ്പോൾ ഈ തടസ്സങ്ങളൊക്കെ നമ്മൾ കാണും സാധാരണ. ഏഷണാത്ര എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത ബന്ധുക്കൾ തന്നെ നമ്മൾ പിന്തിരിപ്പിക്കുകയുള്ളൂ. വല്ലപ്പോഴുമൊക്കെ ഒരു ടോക്കോ ഒരു ക്ലാസ്സോ ഒക്കെ ആവാം. ഇതിൽ തന്നെ മുഴുകേണ്ട ആവശ്യമുണ്ടോ എന്ന്. അണുപോലും തെറ്റാതെ, ഇതാണ് ആ മറുകരക്കുള്ള ഹനുമാന്റെ ചാട്ടം. ഒരു സുഹൃത്ത് ഈ സംസാരത്തിൻ്റെ മറുകരയിലെത്തും. ഇതാണ് ഈ ദൗത്യം വിജയകരമായി നിർവഹിച്ചു എന്നൊക്കെ പറഞ്ഞത്. നമ്മൾ നേരത്തെ പാപത്തെ പമ്പയാക്കിയില്ലേ, അതുപോലെ ലങ്കയെ കാലമായിട്ട് കാണാൻ വേണമെങ്കിൽ ഒരു രീതിയിൽ. മറ്റു രീതികളുമുണ്ട്. ലങ്കയെ വാസ്തവത്തിൽ ലൗകികത്തിൽ മുഴുകി നിൽക്കുന്നതായിട്ടും കാണാം. അങ്ങനെയും നമുക്ക് വേണം നോക്കാം. ശരീരത്തിലെ സകല അണുക്കളും എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കണം. കാലത്തിൻ്റെ രൂപം എന്താ? ചലനം അല്ലേ? കാലം തിരിച്ചിട്ടല്ല ലങ്കയായി. ശരീരത്തിൻ്റെ എല്ലാ ഘടകങ്ങളും എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കണം. അതാണല്ലോ മോഡിഫിക്കേഷൻസ് ശരീരത്തിൻ്റെ. പക്ഷെ ഒന്നിനും തന്നെത്താൻ ചലിക്കാൻ കഴിവില്ല, എല്ലാം ജഡമാണല്ലോ. പക്ഷെ ഏതോ ഒരു വേറെ ശക്തിയാണ് ഇതിനെ ചലിപ്പിക്കുന്നത്. എന്നും എപ്പോഴും ഈ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വതന്ത്രമായി നമുക്കൊന്നും ചെയ്യാനാവില്ല. അത് താരക്കുള്ള ഉപദേശത്തിൽ ഭഗവാൻ ഇത് കാര്യം പറഞ്ഞിട്ടുണ്ട്. അനിഷേധ്യമാണ് ഈ ചലനശക്തി. ഇതിന് വിധേയമാണ് നാം. ആ ശക്തിയെ കാലമെന്നും പ്രാണനെന്നും ഒക്കെ പറയാം പല പേര്. അതേ ശക്തിയാണ് പ്രപഞ്ചത്തിൽ എല്ലാത്തിനെയും എപ്പോഴും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചലനം കൊണ്ടാണ് വസ്തുക്കൾക്ക് 6 ഫോൾഡ് മോഡിഫിക്കേഷൻസ് വരുന്നത്. വളർച്ചയും പരിണാമവും ഒക്കെ അങ്ങനെ തന്നെയാണ്. ആ ശക്തിയെ ശരീരത്തിൻ്റെ പുറത്താകുമ്പോൾ കാലം എന്ന് പറയും, ഉള്ളിലാണെങ്കിൽ പ്രാണൻ എന്ന് പറയും. അതിനെ തന്നെയാണ് ഭഗവാൻ എന്നും പറയുന്നത്. അതിന് ഭാഗികമായിട്ടാണ് പ്രാണൻ എന്ന് പറയുന്നത്. ഏതായാലും ഒരു കാലശക്തിയാണ് ലങ്കയാക്കി ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുന്നതിൽ തെറ്റില്ല. അന്ധകരണത്തിൽ അപ്പോഴപ്പോൾ പൊന്തുകയും സ്ഥായിയായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാര വിശേഷമുണ്ടല്ലോ, സത്വരജസ് തമസ്സുകളാകുന്ന ഗുണങ്ങൾ. അന്ധകരണത്തിൻ്റെ ക്രമീകൃതമായ ചലനം കൊണ്ട് ആ ഗുണങ്ങൾ അല്ലെങ്കിൽ സംസ്കാരങ്ങൾ ഉണ്ടാവും, വളർന്നു വികസിക്കും. ആ സത്വരജസ് തമോ ഗുണങ്ങൾ തന്നെയാണ് ലങ്കയിലെ നായകന്മാർ. രാവണ, കുംഭകർണ, വിഭീഷണന്മാർ. രജോണത്തെ രാവണൻ, തമോണത്തെ കുംഭകർണൻ, സത്തോണ വിഭീഷണൻ. ആ ഗുണങ്ങളുടെ വികാസം ഹേതുവായി പൊന്തിക്കൊണ്ടിരിക്കുന്നതാണ് വൃത്തികൾ, വികാരങ്ങളൊക്കെ. അവരുടെ നായകന്മാരും കിങ്കരന്മാരും കിങ്കരൂരും ഒക്കെ തന്നെയാണ്. അവരൊക്കെ കൂടിയാണ് സീതയെ മറച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം എന്താ? അന്ധകരണത്തിൽ തന്നെയാണ്
താൻ അപരിച്ഛിന്ന സച്ചിദാനന്ദ ബ്രഹ്മമാണ് എന്ന അനുഭൂതി ജ്ഞാനം മറക്കപ്പെട്ടിരിക്കുന്നത്. മറച്ചതാരാ? രാവണൻ അല്ലെങ്കിൽ രജോഗുണം അല്ലേ? അതിന് സപ്പോർട്ടുണ്ട്, തമോഗുണത്തിന് സപ്പോർട്ടുണ്ട്. തൻ്റെ ചിത്തത്തിൽ കൂടെ ആണ് ഒരാൾ എല്ലാ ദുഃഖങ്ങളും അജ്ഞാനങ്ങളും ഒക്കെ അനുഭവിക്കുന്നത്. ആ ചിത്തത്തിൽ കൂടി തന്നെയാണ് സുഖസമാധാനങ്ങളും ജ്ഞാനവും ഉണ്ടാവേണ്ടിയിരിക്കുന്നതും. ഒരേ മനസ്സാണ്. സാധകൻ്റെ പ്രജ്ഞ തൻ്റെ അന്ധകരണത്തിലാണ് സുഖത്തെയും ദുഃഖത്തെയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. അന്ധകരണത്തിൽ അന്വേഷിക്കാൻ തുടങ്ങണമെങ്കിൽ ബാഹ്യലോകത്തിന് അതിനെ വിഡ്രോ ചെയ്യണം. ബാഹ്യലോകത്തിൽ നിന്ന് വിട്ടുകിട്ടണ്ടേ, ഉള്ളിലടങ്ങണ്ടേ. തനിക്ക് കർത്തവ്യമോ പ്രാപ്തമോ ഭോക്തമോ ഇല്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ മിഥ്യയാണത് എന്ന് ഉറപ്പ് വരണം. അങ്ങനെ വന്ന് ഉള്ളിലേക്ക് വലിയണം. സമുദ്രലംഘനം, ചഞ്ചലമായ അന്ധകരണം തന്നെ ലങ്ക. അവിടെ കടക്കുമ്പോൾ തൃഷ്ണ, ആഗ്രഹം, ബൈൻഡിങ് ഡിസയേഴ്സ്, ബാഹ്യലോകത്തിലെ അനുഭവങ്ങൾ, ഓർമ്മ, സങ്കല്പം, അതൊക്കെ പൊങ്ങി വരും. അതുതന്നെയാണ് ഹനുമാനെ തടഞ്ഞു വെച്ച ലങ്കാലക്ഷ്മി. അങ്ങനെയുള്ള ആഗ്രഹങ്ങളെയും ഓർമ്മകളെയൊക്കെ എന്തു വേണം? പൗരുഷം കൊണ്ടാറ്റണം. അതാണ് ഒറ്റ ചെകിടത്തൊരു ഇടി. അങ്ങനെ സാധിക്കും. ആയിരം സങ്കല്പങ്ങളാണ് ഈ ത്രിഗുണങ്ങളിൽ നിന്ന് പൊങ്ങി വരിക. കലങ്ങി മറിഞ്ഞ് ആവിലമായിരിക്കുന്ന അന്ധകരണത്തിൽ എത്ര തന്നെ അന്വേഷിച്ചാലും സത്യമേതാണെന്ന് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അതാണ് ലങ്കയിൽ ആകമാനം അന്വേഷിച്ചു നടക്കുന്നത്. എത്ര സമയമാണ് അന്വേഷിച്ചു നടക്കുന്നത്? എല്ലാം പെറുക്കി നോക്കണം. സങ്കല്പങ്ങളെല്ലാം അസത്യമാണ്. അതാണ് സീതാന്വേഷണം. ഹനുമാൻ്റെ വളരെ തെരഞ്ഞു നോക്കി മാരുതി. സുന്ദരികളെ പലതും കണ്ടു. ചിലതൊക്കെ സീതയാണെന്ന് തെറ്റിദ്ധരിച്ചു. പിന്നെ മനസ്സിലായി അല്ല, സീത ഉറങ്ങില്ല, സീത ചിരിക്കില്ല, സീത ഭക്ഷണം കഴിച്ചിരിക്കില്ല എന്നൊക്കെ പിന്നെ ചിന്തിച്ച് അവസാനം തൻ്റെ പിതാവ് വായുദേവനാണ് ഹനുമാനെ ഗൈഡ് ചെയ്യുന്നു സീതാലക്ഷ്മി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. മനസ്സിലായോ? കലങ്ങി മറിഞ്ഞ അന്ധകരണത്തിൽ ഏതിനെ നോക്കിയാലും അസത്യമാണെന്ന് തോന്നും. എത്ര തെരഞ്ഞാലും സത്യത്തെ പിടികിട്ടില്ല. ഒന്നും തിരിച്ചറിയുവാനരുതൊട്ട്, അറിഞ്ഞോരൊന്നും കഥിക്കുകയുമില്ല. കഥിച്ചുവെങ്കിൽ എല്ലാം അസത്യം, ഇതുമല്ല അതുമല്ല സത്യം, എല്ലാം മിഥ്യമായ എന്ന് പറയും. മറഞ്ഞരുളുന്നു തത്വം. അന്ധകരണത്തിൻ്റെ വൃത്തി കേവലം നിൽക്കണം. അവിടെ സ്റ്റാൻഡ്സ്റ്റിലാവണം. ചലനമുള്ളിടത്തോളം വൃത്തികൾ അവസാനിക്കില്ല. ചലനം എപ്പോഴും ഉണ്ട്. താനും ജനിക്കുമ്പോൾ തുടങ്ങിയതാണിത്, മരിക്കുന്നവരെ ഉണ്ടാവുകയും ചെയ്യും. ജാഗ്രതയിലും സ്വപ്നത്തിലും ഒക്കെയുണ്ടത്. എപ്പോഴും ചഞ്ചലമാണ്. അപ്പം എന്ത് വേണം? പ്രജ്ഞയുടെ പിതാവ് വായുദേവൻ, അതാണ് പ്രാണൻ. പ്രാണൻ അനുഭവിച്ചാലേ ഇതൊക്കെ സാധിക്കൂ. പ്രാണൻ പൂർണ്ണമായി അനുഭവിക്കണം. മനസ്സിലായോ? ഒരു നിമിഷ നേരം നിശ്ചലമായാൽ സകല വൃത്തികളും ലയിച്ചു. വൃത്തികളില്ലാതെ അന്ധകരണം ലയിച്ച് പ്രജ്ഞ ഉണർന്നിരിക്കുമ്പോൾ സത്യം അറിയും. മനസ്സിലായില്ലേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ? എത്രയോ പറയാനുണ്ട്. ഭഗവത്ഗീതയിലെ കർമ്മ സംബന്ധമായ ഏത് ശ്ലോകം വ്യാഖ്യാനിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാറ് ഈ ഹനുമാനാണ്. സ്വകർമ്മണ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവ മൈ സർവാണി കർമാണി സന്യസ്യ അധ്യാത്മചേതസ നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധ്യസ്വ വിഗതജ്വര. യുദ്ധ്യസ്വ വളരെ ശരിയാണ്. ഇവിടെ ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ടില്ലെങ്കിലും ആഞ്ജനേയ സ്വാമിക്ക് അസൈൻമെൻറ്റ് കിട്ടിയ നിമിഷം മുതൽ യുദ്ധസമാനമായ ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കാതെ കർമ്മണ്യേമാധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂ മാതേ സങ്കോസ്ത്വ കർമ്മണി. ഇതൊക്കെ എടുക്കുമ്പം ആഞ്ജനേയ സ്വാമി വരും. യത് കരോഷി യസ്നാസി യജ്ജുഹോഷി ദദാസ്യത് യത് തപസ്യസി കൗന്തെയ തത്പുരുഷമതർപ്പണം. മനസ്സിലായോ? കർമ്മത്തിൻ്റെ പ്രതീകമായ അങ്കുലീയം സീതക്ക് കൊടുത്ത്, ശിരസ്സിന് അലങ്കാരമായ ജ്ഞാനത്തിൻ്റെ പ്രതീകം ചൂടാരത്നം. മനസ്സിലായോ? ഒന്ന് കർമ്മത്തിൻ്റെ പ്രതീകം, ഒന്ന് ജ്ഞാനത്തിൻ്റെ പ്രതീകം. ഇത് കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുമോ? എല്ലാം ഈ രീതിയിൽ വ്യാഖ്യാനിക്കാൻ വഴി മുഴുവനും. ഇനി വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാം. കൃത്യമായി ഇതേ രീതി വേണം നിർബന്ധമൊന്നുമില്ല. എല്ലാം സാധകൻ്റെ തന്നെയാണ് യാത്ര. അല്പമായതിനെ സ്വാർത്ഥത്തെ മരവിപ്പിച്ച് സൂര്യനോളം ചെന്ന് മുട്ടിയ ജിജ്ഞാസയെ അത് ഗുരുപദേശം കൊണ്ട് വികസിപ്പിച്ച് കൃത്യം ശിരസാവഹിച്ച്
ലോകബന്ധങ്ങളിലേക്ക് ആ പാരാവരത്തെ തൊഴിച്ചു നീക്കി, മനസ്സിലായോ, എല്ലാ ശേഷികളും സമാഹരിച്ച് ചിതാകാശത്തിൻ്റെ ആ നീല ലലാടത്തിലേക്ക് ഏകാന്ത ധ്യാനത്തിലൂടെ എടുത്തു ചാടുന്ന ഒരു സാഹസപ്രിയനായ ഒരു സാധകൻ. അതാണ് വാസ്തവത്തിൽ ഹനുമാൻ. ഇത് വായിക്കുന്ന ആൾക്കും ഇത് ആസ്വദിക്കണമെങ്കിൽ ഈ ഭാവമൊക്കെ വേണം. ഇതൊക്കെ സങ്കല്പിച്ചിട്ട് വേണം സുന്ദരകാന്ഡം വായിക്കാൻ. ഈ ശരീരം നിസ്സാരമാണെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ അപരിമയമായ പ്രാണശക്തിയുടെ ആസ്ഥാനമാണ് ഈ ശരീരം, മറക്കരുത്. ആ ശക്തിയന്ത്രം ഉണർന്നാൽ ദുഷ്കരമായ എല്ലാം സുഖകരമാവും, എളുപ്പമാവും. ദുസ്സാധ്യമൊക്കെ സുസാധ്യമാവും. മനസ്സ് ലക്ഷ്യത്തിൽ ഉറച്ചിരിക്കണം. അപ്പം ശരീരം ഉണരും, തേജസ് കൊണ്ട് ജ്വലിക്കും. അഗ്നിയോട് ചേർന്ന് നിൽക്കുന്ന ഇരുമ്പിൻ കഷ്ണത്തിൻ്റെ കഥയില്ലേ, അഗ്നി തന്നെയായി മാറുമത്. മനസ്സിലായോ? ഇന്ദ്രിയങ്ങളെ ഒതുക്കിപ്പിടിച്ച് ചിത്തവൃത്തികളെ ഏകാഗ്രമാക്കി മനസ്സിനാദ്യം ലങ്കയിൽ കൊളുത്തി വെച്ചു ഹനുമാൻ. അതാണ് ഒക്കെ വാൽമീകി രാമായണത്തിൽ ശരിക്ക് ശ്ലോകം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഏകാഗ്രമാക്കി സൂക്ഷ്മമാക്കി മനസ്സിനവിടെ കൊളുത്തി അക്കരെ എത്തിക്കഴിഞ്ഞു മനസ്സ്. പിന്നെ ശരീരത്തെ അങ്ങോട്ട് പിടിച്ചു വലിക്കും. അതാണ് ശക്തികേന്ദ്രം ഉദ്ധിതമോ. അത് ശ്ലോകങ്ങളിൽ കാണാം. ഞാനിപ്പോൾ ചൊല്ലി നിങ്ങളെ ബോറടിക്കാത്തതാണ്. കഴുത്തും തലയും ഉയർത്തി കാള പോലെ വിളങ്ങി ഹൃദയേ നാഗൈവാബഭൗ, കയത്തിൽ നാഗമെന്ന പോലെ ആ കുണ്ടലിനി, ആ പ്രാണശക്തി ഉണർന്നതിൻ്റെ സൂചനയാണ്. മനസ്സിലായോ? 3.5 വളച്ചുറ്റിൽ കിടന്ന് ആയതെന്മേതേ പത്തി പരത്തി വെച്ചു പരമാം ബന്ധാവിലന്തസുഖം ചാലേ നിത്യമുറങ്ങിടുന്ന ഭുജകപ്പെണ്ണൊന്നുണർന്ന ആത്മസത്മാലോകത്തിനു വേണ്ടതായ വഴിയേകട്ടെ. അതാണ് സാരം. ഹനുമാൻ വളർന്നു എന്ന് പറഞ്ഞാൽ എന്താ, പ്രായപൂർത്തിയായ ഒരാൾ പിന്നെ വളരുമില്ല. എണ്ണയിൽ നനച്ച തിരിയുടെ തുമ്പിൽ എത്തിക്കുത്തി നിൽക്കുന്ന ജ്വാല പോലെ പ്രാണശക്തിയെ അഗ്നിധ്വജമായി മാറ്റാം. അപ്പോൾ വളർന്നെന്ന് തോന്നും. ശക്തി ഉണ്ടാക്കിയ മാറ്റത്തിൻ്റെ അളവ് നോക്കിയാണ് ശക്തി അളക്കേണ്ടത്. മഹേന്ദ്രഗിരി അങ്ങനെ തന്നെ അമുങ്ങി. അപ്പോഴുണ്ടായ മാറ്റങ്ങളെല്ലാം വാൽമീകി വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട്. പർവ്വതം കുലുങ്ങി, ശൈലത്തിലെ ദ്രുമങ്ങളൊക്കെ പൂവ് കൊഴിച്ചു, മരങ്ങളിൽ നിന്ന് പൂവും കായൊക്കെ താഴേക്ക് വീഴുന്ന, ഉള്ളിലുള്ള നീർക്കെട്ട് പുറത്തേക്കൊഴുകി, പല വർണ്ണത്തിലുള്ള ധാതുക്കളൊക്കെ ഒലിച്ചു, ഗുഹയിലിരുന്ന ജന്തുക്കൾ അലറി, പൊത്തിലിരുന്ന പാമ്പുകളൊക്കെ വിഷം തുപ്പി എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. പക്ഷെ ജീവഹാനിയൊന്നുമില്ല, ആപത്തുകളൊന്നും ഉണ്ടായവർ പറയുന്നില്ല. അതാണ് നമ്മുടെ രീതി. കരുണാനിധിയായ പ്രകൃതീശ്വരി അതാണ് കാവ്യഭാഷയിൽ വാൽമീകി സൂചിപ്പിക്കുന്നത്. ആ വരികൾ ചൊല്ലിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. പക്ഷേ എത്ര ടൈം എടുക്കുന്നവർ എത്ര വിസ്തരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. തളയും തോൾവളകളും ഹാരങ്ങളും കൈവളകളും ചേർത്തിയ സ്ത്രീകൾ ഭർത്താക്കന്മാരോട് കൂടി ആശ്ചര്യം കൊണ്ട് പുഞ്ചരിച്ചു നിന്നു എന്നും പറയുന്നുണ്ട്. അതാണ് കാവ്യഭാഷ. അപ്പം എന്താ അർത്ഥം? അപകടമൊന്നുമില്ല എന്ന് സ്പഷ്ടമായി, വളരെ ഹൃദ്യമായിട്ട് പറഞ്ഞു. ഇവിടെ നമുക്ക് ദോഹന പ്രക്രിയയാണ് ഭാരതീയ രീതി, നോട്ട് കോൺകറിങ് ദ നേച്ചർ. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു ഒന്നാം തരം മുമുക്ഷുവിനെ പോലെ ചാടാനൊരുങ്ങുന്ന ഹനുമാനെ നോക്കൂ. ലക്ഷ്യപ്രാപ്തിക്ക് ഉതകും വിധം ശരീര ഉപാധികളെയൊക്കെ ഏകോപിപ്പിക്കുകയാണ്. പ്രണയാമാതി യോഗമുറകൾ സ്വീകരിക്കുന്ന ഒരു തീവ്ര മുമുക്ഷുവിനെ പോലെ. നോക്കൂ, രോമം കുടഞ്ഞു, കണ്ഠം മാറ്റൊലിച്ചു, വാല് ചുഴറ്റി, കൈകൾ നിലത്തൂന്നി, വയറൊട്ടിച്ചു, കാലുമടക്കി, കഴുത്തും കൈകളും സങ്കോചിപ്പിച്ച്, ശ്വാസം പിടിച്ച്, ദൃഷ്ടിയെ ദക്ഷിണദിശയിലേക്ക് അയച്ച് ചാടാൻ. ഇതാണ് പോസ്. ഇതൊക്കെ ഓരോന്നും വളരെ സൂക്ഷ്മമായി നോക്കിയാൽ ഓരോ ശ്ലോകവും വീണ്ടും 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 വായിച്ചാലേ കിട്ടുള്ളൂ. പർവ്വതത്തിൽ വന്ന ഭാവപകർച്ച ഒക്കെ നോക്കണം. ശരിക്ക് ഒരു റീകോയിൽ, തിരിച്ചടി പറഞ്ഞ് ചാട്ടത്തിൻ്റെ ശക്തി കാണിക്കുക അങ്ങനെയാണ്.